ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പം ഹെഡ്സെറ്റ് വെച്ചാൽ കറക്റ്റ് ബാസ് ഈ കമ്പ്യൂട്ടർ ബാസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിക്സിംഗ് വ്ലോഗ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ തമ്പനിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നത്. അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറായ കൊട്ടാരക്കരയുള്ള സബ്സ്ക്രൈബറാണ് ഹരി MG. അപ്പോൾ ആ സുഹൃത്ത് നമുക്ക് ഗിഫ്റ്റ് തന്നെയാണത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തോക്കൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഓണക്കാലമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, പൊട്ടാസ് തീർന്നു, നമുക്ക് പിന്നീട് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇംബെക്സിന്റെ 5.1 ചാനൽ മൾട്ടിമീഡിയ സിസ്റ്റമാണ്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ഇത് പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമ്മുടെ സുഹൃത്ത് വന്നുകൊണ്ട് ഒരു അൺബോക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് നമ്മുടെ സ്പീക്കറൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് തുറന്നതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അത് തന്നെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കവിടെ മാറ്റി വയ്ക്കാം. പിന്നീട് ഇതിന്റെ കേബിൾസ് ഒക്കെയാണെന്ന് തോന്നുന്നു. കണക്റ്റിംഗ് കേബിൾസ് ആണ്. ടിവിയിലോട്ട് കണക്ട് ചെയ്യുന്ന കേബിൾസും പിന്നെ FM-ന്റെ ആന്റിന കേബിളുമാണ്. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കറുകളാണ്. നമുക്കൊരു സ്പീക്കർ എടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പീക്കറാണ്, കുഴപ്പമില്ല. സൗണ്ട് കാണാൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പം നമുക്ക് ലാസ്റ്റത്തെ സ്പീക്കർ എടുക്കാം. 5 സ്പീക്കറാണ്. 5.1 ആണ്. 5 സ്പീക്കർ ഒരു സബും വരുന്നതാണ്. നമ്മൾ 5ാമത്തെ സ്പീക്കർ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് ഉണ്ട്. ഇംബെക്സിന്റെ റിമോട്ട് നല്ലൊരു വലിയ റിമോട്ടാണ്. അത്യാവശ്യം സൗണ്ട് കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് ഇത് നമുക്ക് ഭിത്തിയിൽ ഘടിപ്പിക്കാൻ പറ്റിയ സ്ക്രൂകളും നട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കൊരു ഓക്സ് കണക്ട് ചെയ്യുന്ന പോർട്ടാണ് തോന്നുന്നു, അതുമുണ്ട്. അപ്പൊ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനിയാണ് നമ്മുടെ സബ് എടുക്കാൻ പോകുന്നത്. സബ് നമുക്ക് എടുക്കാം. അപ്പം അത്യാവശ്യം വലിപ്പമൊക്കെ എല്ലാം തോന്നുന്നുണ്ട്. എടുക്കാം. ഈ കാർട്ടൂണാണ് നമുക്കിനി ഇത് പൊട്ടിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബ്വൂഫർ ആണിത്. അപ്പം ഫ്രണ്ടിൽ കാണാതിരിക്കും സംഭവം. നമുക്ക് LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതിനകത്ത് ബുക്കിനകത്ത് നോക്കുമ്പോൾ LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും SD കാർഡ് USB കണക്ടിവിറ്റിയും ഉണ്ട്. പിന്നെ നമ്മുടെ പുറകിൽ എന്ന് പറയുമ്പോൾ ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട്. പിന്നെ ഔട്ട്ലെറ്റുകളുണ്ട്. 5 പോർട്ടുകളുണ്ട്. ഔട്ട് പോർട്ടുകളും പിന്നെ ഇൻപുട്ട് പിന്നെ FM-ന്റെ ഒരു പോർട്ടും ബോക്സും എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് സപ്ലൈ കണ്ടു ചെയ്തിട്ടുണ്ട്. നല്ലൊരു നീല ലൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ നമ്മള് പവർ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് ആണ് ബീറ്റിന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു മോഡായിരിക്കും ചിലപ്പോൾ. DVD-യുടെ തോന്നുന്നു. FM-ന്റെ ആണെന്ന് തോന്നുന്നു. USB, ബ്ലൂടൂത്ത്. നമുക്ക് ബ്ലൂടൂത്ത് ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളിത് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സെന്റർ, സറൗണ്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഓഡിയോ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ആണ്. സെന്റർ, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ടിങ് റൈറ്റ്, സറൗണ്ടിങ് ലെഫ്റ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്.
അപ്പോൾ നമ്മൾ ഇതിന്റെ കണക്റ്റിംഗ് നമ്മൾ ആയെന്ന് വെച്ചാൽ വയറിന്റെ നീളം വെച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ദൂരോട്ട് കണക്ട് ചെയ്യാനുള്ള ദൂരോട്ടുള്ള രീതിയിലും അങ്ങനെയുള്ള കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് പെർഫോമൻസ് ഓഡിയോയിൽ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് കണക്ട് ചെയ്ത് നമുക്കൊരു പാട്ടിട്ട് നോക്കാം. അപ്പം നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം വെറുതെ കൊടുത്തിട്ടേ ഉള്ളൂ, നീളം നോക്കിയിട്ടില്ല. നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് മോഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ബ്ലൂടൂത്ത് മോഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണിൽ കണ്ട് ഇമ്പെക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് അവർ തരുന്നതായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു പാട്ട് അറിയാതെ വിഴുങ്ങി ഡോക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തു. പക്ഷെ കുട്ടിക്ക് അതിന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആ കുട്ടി നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിനി പ്ലേ ചെയ്യാം. അത്യാവശ്യം ബാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. ബാസ് ഉണ്ട്. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബാസ് അപ്പം നല്ലൊരു ബാസ് തന്നെ ഇതിനുണ്ട്. നമുക്ക് കുറെ നേരം ഇടുന്നില്ല. ചിലപ്പം പാട്ട് ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്, പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് ലഭിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റിന്റെ മെയിനായിട്ട് ഞാൻ പറയുന്നത് പ്രോഡക്റ്റിന്റെ റിവ്യൂ തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നതിന് ഒരു ഓപ്പൺ അൺബോക്സിങ് എത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ടി വിയിലും DVD-യിലും കമ്പ്യൂട്ടറിലും അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ കണക്ട് ചെയ്യാൻ പറ്റിയ സ്ലോട്ടുകളാണ് ഇത് രണ്ടും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കറിനാണ് 2 സ്ലോട്ടുകൾ. പിന്നെ നമ്മുടെ ഇത് FM-ന്റെ ആന്റിന് കണക്ട് ചെയ്യുന്ന സ്ലോട്ടാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് TV യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പം ഹെഡ്സെറ്റ് വെച്ചാൽ കറക്റ്റ് ബാസ്, ഈ ഹോം തിയേറ്റർ ബാസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ഹെഡ്സെറ്റ് വെച്ച് ഈ വീഡിയോ കാണുക. പിന്നെ നിങ്ങൾ ഓണമൊക്കെയാണ് എൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ കോവിഡൊക്കെയാണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഓണമൊക്കെ ആഘോഷിക്കാൻ. അമിത ആഘോഷങ്ങളൊന്നും വേണ്ട, എല്ലാവർക്കും എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ തോക്കിവിടെ നമുക്ക് ഈലോണായി കിട്ടിയിട്ടുണ്ട്. നല്ല സൗണ്ട് ഓഫ് ചെവി പോകുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ മെയിനായിട്ട് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ബ്ലസ്സം തോമസ് സൈനിങ് ഔട്ട് ഫ്രം